ഹലോ, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നത്തെ നമുക്കൊരു വെറൈറ്റി അച്ചാർ തയ്യാറാക്കി നോക്കിയാലോ. ഇപ്പം നമുക്ക് സാധാരണ അല്ലേ, നമുക്കൊക്കെ സീസണാണ്, ഇടിച്ചൊക്കെ കിട്ടുന്നുണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് നല്ലൊരു അടിപൊളി അച്ചാർ തയ്യാറാക്കി നോക്കുക. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ഒരു വെറൈറ്റി അച്ചാർ അവരും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ചക്കയിലേക്ക് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ആഡ് ചെയ്യുക. ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ കൈ കൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കുക കേട്ടോ. അതിനുശേഷം പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിൽ നമ്മൾ ചക്ക ആഡ് ചെയ്ത് കട്ട് ചെയ്ത് വെച്ച് മസാല തേച്ച് ചക്ക ആഡ് ചെയ്യുക. നന്നായിട്ട് ഒരു ബ്രൗൺ കളറാവുന്നത് വരെ നമ്മളതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മളൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടിച്ചതിന് ശേഷം നമ്മളതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്യണം. കറിവേപ്പില ആഡ് ചെയ്തിട്ട് മാങ്ങിഞ്ചി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ക്യാരറ്റ് എന്നിവ ആഡ് ചെയ്യുക. ഇപ്പം ഇതിൽ ഫസ്റ്റ് ചേർത്തത് നമ്മൾ മാങ്ങഞ്ചിയാണ്. ആ ഒരു ഇത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം ചേർക്കാം കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മാങ്ങഞ്ചി കിട്ടുന്നില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതിൽ നമ്മൾ ഉപ്പിട്ടിട്ടൊന്ന് അത്യാവശ്യം ഒരു ഹാഫ് കുക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അച്ചാർ നന്നായിട്ട് അലിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. നമുക്കിങ്ങനെ ക്യാരറ്റും മാങ്ങഞ്ചിയൊക്കെ കടിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ക്രിസ്മസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഹാഫ് കുക്ക് മാത്രം ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ചാനൽ നിങ്ങൾ ഫസ്റ്റ് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട കേട്ടോ. അതിനുശേഷം നമ്മളിതിലേക്ക് അച്ചാറും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ആവശ്യത്തിന് അച്ചാറും കൂടി ആഡ് ചെയ്തിട്ട് ഫ്രൈ ചെയ്ത് വെച്ച ചക്കയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോഴേക്കും നമ്മൾ മറ്റൊരു പാനിൽ സുറുക്ക ചൂടാക്കി എടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് നമ്മൾ കായപ്പൊടിയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ജസ്റ്റ് കായപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ അച്ചാർ റെഡിയാണ്. താങ്ക്